വിട്ടുപോകുന്നു ഞാനീ ദേശം, അന്യനായി പരദേശിയായി പാർത്ത ദേശം. സ്വന്ത നാട്ടിൽ സ്വന്ത വീട്ടിൽ നിത്യകാലം വാഴുവാൻ. സ്വന്ത നാട്ടിൽ സ്വന്ത വീട്ടിൽ നിത്യകാലം വാഴുവാൻ. എന്റെ ആയുസ്സു മുഴുവൻ എന്നെ കാത്തല്ലോ ദൈവമേ. എന്റെ ആയുസ്സു മുഴുവൻ എന്നെ കാത്തല്ലോ ദൈവമേ. ഒന്നും ചെയ്തില്ല ഞാനീ ഭൂവിൽ, നിന്റെ നന്മകൾ കൊത്തതുപോ. ഒന്നും ചെയ്തില്ല ഞാനീ ഭൂവിൽ, നിന്റെ നന്മകൾ കൊത്തതുപോ. വിട്ടുപോകുന്നു ഞാനീ ദേശം, അന്യനായി പരദേശിയായി പാർത്ത ദേശം. സ്വന്ത നാട്ടിൽ സ്വന്ത വീട്ടിൽ നിത്യകാലം വാഴുവാൻ. കർത്താവിൽ മരിക്കുന്ന മർത്യർ ഭാഗ്യവാന്മാർ അവർ നിശ്ചയം. കർത്താവിൽ മരിക്കുന്ന മർത്യർ ഭാഗ്യവാന്മാർ അവർ നിശ്ചയം. ചെന്നു ചേരും വേഗം നമ്മൾ സ്വർഗസിയോൻ പുരിയിൽ. ചെന്നു ചേരും വേഗം നമ്മൾ സ്വർഗസിയോൻ പുരിയിൽ. വിട്ടുപോകുന്നു ഞാനീ ദേശം, അന്യനായി പരദേശിയായി പാർത്ത ദേശം. സ്വന്ത നാട്ടിൽ സ്വന്ത വീട്ടിൽ നിത്യകാലം വാഴുവാൻ. എന്റെ ദേശം സന്തോഷദേശം, ദുഃഖം വേണ്ട പ്രിയജനമേ. എന്റെ ദേശം സന്തോഷദേശം. സന്നിധോ
തേജസ്സോടെ ഞാൻ കാണുന്ന നേരം തിരുമാർവോടണഞ്ഞിടുമേ. തേജസ്സോടെ ഞാൻ കാണുന്ന നേരം തിരുമാർവോടണഞ്ഞിടുമേ. മാനിക്കുവാനായി നാഥൻ പേർക്കാൽ സേവ ചെയ്തതാ. താരനെ മാനിക്കുവാനായി തരുമോരോരോ ബഹുമാനങ്ങൾ വിളങ്ങിടും കിരീടങ്ങളാൽ. തരുമോരോരോ ബഹുമാനങ്ങൾ വിളങ്ങിടും കിരീടങ്ങളാൽ. ദൂതസംഘമാകവേ എന്നെ എതിരേൽക്കുവാൻ സദാ സന്നദ്ധരായി നിന്നിടുന്നേ. ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. കർത്താവേ, നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. പർവ്വതങ്ങൾ ഉണ്ടായതിന് നീ ഭൂമിയെയും ഭൂമണ്ഡലത്തിലെയും നിർമ്മിച്ചതിനു മുമ്പ് നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. നീ മർദ്ദിന്റെ പൊടിയിലേക്ക് മടങ്ങിച്ചേരുമാറാക്കുന്നു. മനുഷ്യപുത്രന്മാരെ തിരികെ വരുവീനെന്നും അരുളി ചെയ്യുന്നു. 1000 സംവത്സരം നിന്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞുപോയ ദിവസം പോലെയും രാത്രിയിൽ ഒരു യാമം പോലെയും മാത്രം ഇരിക്കുന്നു. നീ അവരെ ഒഴുക്കിക്കളയുന്നു. അവർ ഉറക്കം പോലെ അത്രേ. അവർ രാവിലെ മുളച്ചു വരുന്ന പുല്ല് പോലെയാകുന്നു. അത് രാവിലെ തഴച്ചു വളരുന്നു, വൈകുന്നേരം അതഴിഞ്ഞു വാടിപ്പോകുന്നു. ഞങ്ങൾ നിന്റെ കോപത്താൽ ക്ഷയിച്ച് നിന്റെ ക്രോധത്താൽ ഭ്രമിച്ചും പോകുന്നു. നീ ഞങ്ങളുടെ അകൃത്യങ്ങളെ നിന്റെ മുന്നിലും ഞങ്ങളുടെ രഹസ്യ പാപങ്ങളിൽ നിന്റെ മുഖപ്രകാശത്തിലും വെച്ചിരിക്കുന്നു. നീ ഞങ്ങളുടെ നാളുകളൊക്കെ നിന്റെ ക്രോധത്തിൽ കഴിഞ്ഞുപോയി. ഞങ്ങളുടെ സംവത്സരങ്ങൾ ഒരു നെടുവീർപ്പ് പോലെ കഴിയുന്നു. ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെയായാൽ 80 സംവത്സരം. അതിന്റെ പ്രതാപം പ്രയാസവും ദുഃഖവും അത്രേ. അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യുന്നു. കർത്താവിന് സ്തോത്രം. ഈ പ്രത്യാശയോടെ നിറഞ്ഞ ഈ വൈകിയ സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുകയാണ്. കഴിഞ്ഞ 48 വർഷങ്ങൾ ഈ ലോകത്തിൽ ജീവിക്കുകയും കർത്താവിനെ അറിയുവാനും സേവിപ്പാനും അവസരമൊരുക്കിയ അനുഗ്രഹീത ദേവദാസ് പ്രിയ റോബിൻസൺ ബ്രദർ ചില ദിവസങ്ങളായി രോഗത്തിൻ്റെയും ചില മാസങ്ങളായി രോഗത്തിൻ്റെയും വിധമായ പ്രയാസങ്ങളിലൂടെ കടന്നുപോയി. എന്നാൽ കർത്താവ് തനിക്ക് അനുവദിച്ചതായ കാലയളവ് പൂർത്തീകരിച്ചപ്പോൾ 1-ാം തീയതി വളരെ വെളുപ്പിന് തന്നെ കർത്തസന്നിധിയിലേക്ക് സ്വർഗത്തിലെ ദൈവം തന്നെ ചേർക്കുവാൻ ഇടവന്നു. ഈ മരണം എപ്പോഴും നമുക്ക് വളരെ ദുഃഖവും വേദനയും നൽകുന്നതാണെങ്കിലും അതിനപ്പുറത്ത് അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രത്യാശ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ടല്ലോ. ദൈവസന്നിധാനത്തിൽ ചേർക്കപ്പെട്ടതായ ഈ ദൈവഭക്തനെ നിശ്ചയമായി ദൈവരാജ്യത്തിൽ ചെന്ന് നമുക്ക് കാണുവാനും കർത്താവിനോടൊപ്പം യുഗകാലങ്ങളിൽ വസിപ്പാൻ കർത്താവ് നമുക്ക് അവസരമൊരുക്കുമല്ലോ. പ്രത്യേകിച്ച് കഠിനമായ വേദനയിൽ ഭാരത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവൻ്റെ സ്തോത്രം, ഭാര്യ, കുഞ്ഞുങ്ങൾ, മാതാവ്, സഹോദരങ്ങൾ, മറ്റെല്ലാ ബന്ധുമിത്രാദികൾ, പ്രത്യേകിച്ച് പേയാട് അസംബ്ലി ഓഫ് ഗോഡ് സഭ, ഇവയൊക്കെയും ദൈവം ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. കർത്താവ് അനുവദിക്കുന്ന പക്ഷം നാളെ രാവിലെ 10 മണി മുതൽ ഈ പ്രിയ ദേവദാസിൻ്റെ അന്ത്യ ശുശ്രൂഷകൾ പേയാട് സഭയിൽ വെച്ചാണ് നടക്കുന്നത്. ആ ശുശ്രൂഷകളെ കർത്താവ് അനുഗ്രഹിക്കണം. അതോടൊപ്പം തന്നെ വേദനയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വലിയ ആശ്വാസം വിടുതലും ദൈവം നൽകട്ടെ. ഇതായിരിക്കുന്ന അനുഗ്രഹിക്കുന്നവരായ ദേവദാസന്മാർ, ബന്ധുമിത്രാദികൾ, സാമൂഹ്യ പ്രവർത്തകർ, രാഷ്ട്രീയപരമായി പ്രവർത്തിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും ധാരാളം ആശ്വസിപ്പിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ഈ സമയത്ത് ഇന്റർനാഷണൽ സിയോൺ അസംബ്ലിയുടെ വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന ബഹുമാന്യ സതീഷ് നെൽസൺ പാസ്റ്റർ അവരുകൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രിയ കർത്താവെ,
അവിടുന്ന് ഞങ്ങൾക്ക് തരുന്ന ആശ്വാസവും ദൈവിക പ്രത്യാശയുടെ മുമ്പിൽ കർത്താവേ, ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരൻ്റെ ഈ ചേതനയേറ്റ ഭൗതിക ശരീരത്തിന് മുമ്പിൽ ഞങ്ങൾ നിറകണ്ണുകളോടും ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ആഴത്തിലെ വേദനകളോടും ഞങ്ങളായിരിക്കുന്ന അപ്പച്ച, എങ്കിലും ഞങ്ങൾ അറിഞ്ഞ, ഞങ്ങൾ വിശ്വസിക്കുന്ന, ഞങ്ങളെ ധൈര്യപ്പെടുത്തുന്ന ഞങ്ങളുടെ വചനം കർത്താവേ, ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഉള്ളത്തിൽ ഈ സമയം ക്രിയ ചെയ്ത് ഞങ്ങൾക്ക് തരുന്ന എല്ലാ ധൈര്യത്തിനും പ്രത്യാശയ്ക്കുമായി നന്ദിയോടെ ദൈവത്തിന് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്ന കർത്താവേ. പ്രിയപ്പെട്ട ആ സഹോദരൻ്റെ ഈ ചേതനേറ്റ ശരീരത്തിന് മുമ്പിൽ ഞങ്ങളായിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവനോട് ഒരുമിച്ച് ഞങ്ങൾ ഒരുപാട് വർത്തമാനം പറഞ്ഞത്, ഒരുപാട് യാത്രകൾ ചെയ്തത്, ഭക്ഷണം കഴിച്ചത് കർത്താവെ, ഞങ്ങൾക്ക് ഒരുപാട് ഓർമ്മകൾ ഞങ്ങളുടെ ഹൃദയത്തിലുണ്ട് കർത്താവെ. ഞങ്ങളെ പോലെയുള്ളവർക്ക് അത്രയും ആഴമായ ഓർമ്മകളുമായിട്ട് ഞങ്ങൾ ഈ ഭൗതിക ശരീരത്തിന് മുമ്പിലായിരിക്കുമ്പോൾ പ്രിയ മാതാവ്, പ്രിയപ്പെട്ടവന്റെ ഭാര്യ, കുഞ്ഞുങ്ങൾ കർത്താവെ, എത്ര ആഴമായ വേദനകളിലും മാനസിക തകർച്ചകളിലുമാണ് അവരായിരിക്കുന്നത് അങ്ങേക്ക് അറിയാമല്ലോ കർത്താവെ. ലോകത്തിന് തരാൻ കഴിയാത്ത സകല ബുദ്ധിയും കഴിയുമ്പ ദൈവിക സമാധാനവും ആശ്വാസവും കർത്താവെ ഈ സമയം സമസ്ത മേഖലകളിൽ പകരണമേ ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന പച്ച. ദൈവം ഞങ്ങളുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന ദൈവമാണ്. ഞങ്ങളുടെ വിഷണ്ണ മനസ്സുകളെ അങ്ങ് സൗഖ്യമാക്കുന്ന ഞങ്ങളുടെ ദൈവമാണ്. പ്രിയപ്പെട്ട മാതാവിന്റെ ഹൃദയത്തിന് ധൈര്യവും ഉറപ്പും കർത്താവെ, പ്രത്യാശയും കൊണ്ട് ദൈവം നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സഹോദരി സമയത്ത് യാത്രയിലാണ് കർത്താവെ. ദൈവമേ, എത്ര ആശങ്കാജനകമായ സ്തോത്രം ചെയ്യുന്നു. ദൈവിക സമാധാനം അവരുടെ മേൽ പകരണമേ. താൻ ഉൾപ്പെട്ടു നിന്ന പ്രാദേശിക ദൈവസഭയ്ക്കായി ദൈവദാസനായി കർത്താവേ, പ്രിയപ്പെട്ട നിന്റെ ദാസനുമായി ബന്ധപ്പെട്ട് സഹകരിച്ച, ഒരുമിച്ച് പ്രവർത്തിച്ച, ഒരുമിച്ച് യാത്രകൾ ചെയ്ത ഒരുപാട് പേര് കർത്താവേ ഇവിടെയുണ്ട്. ഇനി വന്നു ചേരുവാനുണ്ട്. എല്ലാവരുടെ പേരും തുറക്കപ്പെട്ട സ്വർഗത്തിൽ നിന്ന് അവിടുത്തെ അദൃശ്യ കരങ്ങൾ വെച്ച് ദൈവസമാധാനത്തിന്റെ കാവലം ഏർപ്പെടുത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് താൽക്കാലികമായി പ്രിയപ്പെട്ട റോബിൻസൺ ബ്രദറിന്റെ സ്നേഹമുള്ള മുഖം ഞങ്ങൾക്ക് ദിവസങ്ങൾ കഴിയുമ്പോൾ മറഞ്ഞു പോകുമെങ്കിലും കർത്താവേ, ഞങ്ങളുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ ഞങ്ങൾക്ക് വീണ്ടും കാണാമെന്നുള്ള ധൈര്യമുണ്ടല്ലോ. ആ പ്രത്യാശയിലും ഉറപ്പിലുമാണല്ലോ ഞങ്ങളിവിടെ നിൽക്കുന്നത്. അവിടുത്തെ ഗംഭീരനാദത്തെ, അവിടുത്തെ കാഹള ശബ്ദത്തെ, പ്രധാന ദൂതന്റെ ശബ്ദത്തെ, മരണാനന്തരമുള്ള ജീവിത പ്രത്യാശയെ, ഞങ്ങളുടെ ഈ മൺമയമായ ശരീരം മാറി വിൺമയമായത് പ്രാപിക്കുന്ന ദൈവവചനത്തിന്റെ പ്രത്യാശയാണല്ലോ ഞങ്ങളെ ധൈര്യപ്പെടുത്തുന്നത്. ആ ദിവ്യ സമാധാനം കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവൻ കഴിഞ്ഞ 48 വർഷങ്ങളിൽ ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ വ്യക്തിപരമായ നിലപാടുകളുള്ള ഒരു വ്യക്തിയായിരുന്നല്ലോ. അങ്ങേക്ക് പരസ്യമായി നിന്ന് ഒരുപാട് ശിഷ്യന്മാരുണ്ടായിരുന്നു. എന്നാൽ കർത്താവേ, ആരിമത്യക്കാരനായ യോസേപ്പ് പീലാത്തോസിന്റെ അടുക്കൽ ചെന്ന് അവിടുത്തെ ശരീരം ഏറ്റുവാങ്ങുവാൻ ആ അങ്ങയുടെ ശരീരത്തെ കർത്താവേ അവന്റെ ആമേൻ. പ്രിയപ്പെട്ടവരെ ഏൽപ്പിച്ച് ഇന്നലെ നിരപരാധികളായി പ്രവാസികളായി
ഒക്കെ അനുകൂലമാക്കി കർത്താവ് തീർക്കുവാൻ ദൈവം സഹായിക്കണമേ. കടന്നു വരുന്നതെല്ലാവരെയും കർത്താവ് കൊണ്ടുവരുവാൻ സന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. ചില സാന്നിധ്യത്തിൻ്റെ മറവിൽ തന്നെ കർത്താവ് അടക്കിയതുപോലെ കർത്താവിൻ്റെ സൗഖ്യപിതാവ് കൊടുക്കുവാൻ ദൈവത്തിൻ്റെ സന്നിധി എത്തിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് ലാഘന്തമായിട്ട് കർത്താവ് ചെയ്യുന്ന പ്രാർത്ഥനയാതെയും കേട്ടവയ്ക്കായി സ്തോത്രം സൗഖ്യപ്പെടുന്ന നാമത്തിൽ ആമേൻ. എല്ലാവരും കൂടെ ചേർന്ന് പാടുന്നത് ആശ്വാസമേ എനിക്കേറെ തിങ്ങിയിരുന്നു വിശ്വാസകണ്ണാൽ നോക്കിയിടുന്നു ആശ്വാസമേ എനിക്കേറെ തിങ്ങിയിരുന്നു വിശ്വാസകണ്ണാൽ നോക്കി സ്നേഹ
വാനിലെന്നും മോദിക്കും. ഓ പൊന്തളവീതിയിൽ പുതിയ ശാലേമിൽ പൊന്തളവീതിയിൽ പുതിയ ശാലേമിൽ എൻ പ്രിയനോട് ചേർന്നു ഞാനും പാടിയുലവിടുമേ. എൻ പ്രിയനോട് ചേർന്നു ഞാനും പാടിയുലവിടുമേ. പാഴുലോകത്തിൽ എനിക്കാശ്രയം തമോ. പാഴുലോകത്തിൽ എനിക്കാശ്രയം തമോ. നന്ദിമോൾ പറന്നു പോകുമായ ലോകമേ. നന്ദിമോൾ പറന്നു പോകുമായ ലോകമേ. ലോകയാവിധം പുല്ലിനു തുല്യമേ ലോകജീവിതം. പുല്ലിനു തുല്യമേ മാറിപ്പോകും പൂവെ പോലെ മാഞ്ഞു പോകുമേ. മാറിപ്പോകും പൂവെ പോലെ മാഞ്ഞു പോകുമേ. പ്രിയന്മാരിൽ ഞാൻ ചാരും നേരത്ത് പ്രിയന്മാരിൽ ഞാൻ ചാരും നേരത്ത് ആയന്തലിംഗമെന്തു മധുരം വന്യമല്ലത്. ആയന്താനന്ദം ആയന്തു മോദമേ. ആയന്താനന്ദം ആയന്തു മോദമേ. ശുദ്ധരോടു ചേർന്നു ഞാനും പ്രിയനെ വാഴ്ത്തിടുമേ. ശുദ്ധരോടു ചേർന്നു ഞാനും പ്രിയനെ വാഴ്ത്തിടുമേ. ശുദ്ധരോടു ചേർന്നു ഞാനും പ്രിയനെ വാഴ്ത്തിടുമേ. ഭാഗ്യനാട്ടിൽ പോകും ഞാൻ. എന്റെ ഭാഗ്യനാട്ടിൽ പോകും ഞാൻ. ഭാഗ്യനാട്ടിൽ പോകും ഞാൻ. എന്റെ ഭാഗ്യനാട്ടിൽ പോകും ഞാൻ. ഭാഗ്യനാട്ടിൽ ചെന്നു ശുദ്ധരോടൊത്തു ഞാൻ യേശുവേ വാഴ്ത്തിടും.
കർത്താവിൻ്റെ ദിനദിനം വാഴ്ത്തപ്പെടുന്നതാകട്ടെ. ദുഃഖസാന്ദ്രതയും പ്രത്യാശ നിർഭരമായ ഈ സമയത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ഇവിടുന്ന് പ്രാർത്ഥിച്ച് ബോഡി ചർച്ചിലേക്ക് കൊണ്ടുപോകാൻ സമയമായിരിക്കുന്നുണ്ട്. കടന്നു ഏവരെയും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. വിശേഷാൽ അവന് നമ്മുടെ അടുക്കൽ വലിയ അനുഗ്രഹിക്കപ്പെട്ട കർത്താവിൻ്റെ ശ്രേഷ്ഠദാസി ഒരു മാതാവ് അവൻ നമ്മുടെ മധ്യേ കടന്നു വന്നിട്ടുണ്ട്. നിങ്ങൾ പലരും അറിയുന്ന ഒരു ദൈവദാസിയാണ്. മൺമറഞ്ഞു പോയതായ കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ പിതാവ് CS മാത്യുവിൻ്റെ മകൾ, അതുപോലെ മൺമറഞ്ഞതായ പാസ്റ്റർ രാജൻ അവരുടെ വാത്സല്യ ഭാര്യ, അതുപോലെ ലോകപ്രസിദ്ധ പ്രാസംഗികനായ പാസ്റ്റർ രാജ്കുട്ടി അവരുടെ ജ്യേഷ്ഠത്തി വേദിയിൽ കടന്നു വന്ന് വളരെ വില കൊടുത്ത കർത്താവിന് വേണ്ടി അധ്വാനിച്ചതായ കർത്താവിൻ്റെ ശ്രേഷ്ഠദാസി ഞങ്ങൾ മാതാവിനെ പോലെ ഞങ്ങളെ മക്കളെ പോലെ സ്നേഹിച്ച ദേവദാസി മകൾ ഞങ്ങളുടെ മധ്യ കടന്നു വന്നിട്ടുണ്ട്. ധാരാളം ഓർമ്മകൾ തനിക്ക് ഞങ്ങളെക്കുറിച്ചും ഞങ്ങൾക്ക് അവരെക്കുറിച്ചും പങ്കിടുവാനുണ്ട്. എന്നുള്ളത് ഞാൻ പറയാൻ സമയമില്ലെങ്കിലും അല്പസമയം അവർക്ക് ഇപ്പോൾ തന്നെ മടങ്ങി പോകണമെന്നുള്ളതുകൊണ്ട് ആദ്യത്തെ അല്പസമയം അനുശോചനം അവൻ പ്രത്യാശ രേഖപ്പെടുത്തി ഒരു വാക്ക് പ്രാർത്ഥിക്കുവാൻ ഞാൻ പ്രിയ മാതാവിനെ ക്ഷണിക്കുന്നു. ഇന്നത്തെ പകൽക്കാലം വേദനാജനകമായ ഒരു അന്തരീക്ഷമാണ് ഇവിടെ ഉള്ളത്. ചില നാളുകൾക്ക് മുമ്പ് പല പ്രാവശ്യവും ഈ ഭവനത്തിൽ വന്ന് എല്ലാ പ്രിയപ്പെട്ടവരെയും കാണുവാനും ഞങ്ങൾക്ക് തമ്മിൽ സംസാരിക്കാനും പ്രാർത്ഥിക്കാനും എല്ലാം ദൈവം കൃപ ചെയ്തു. എൻ്റെ ഓർമ്മ വർഷങ്ങൾക്ക് മുമ്പിലേക്ക് കടന്നു പോവുകയാണ്. ഞങ്ങൾ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇവിടെ കടന്നു വരുമ്പോൾ ഈ പ്രിയപ്പെട്ട ഭവനവും ഞങ്ങളുമായി അഭേദ്യമായ ഒരു ബന്ധമാണ് ഉണ്ടായിരുന്നത്. ഈ കുഞ്ഞുങ്ങളൊക്കെയും ചെറിയ പ്രായത്തിൽ തന്നെ ഞങ്ങളുടെ 2 ഭവനങ്ങളും വളരെ സ്നേഹത്തിലും സന്തോഷത്തിലും കഴിയുകയായിരുന്നു. പ്രിയ പാസ്റ്റർ കൺവെൻഷന് വരുമ്പോഴാണ് അദ്ദേഹത്തിനും പെട്ടെന്നൊരു അസ്വസ്ഥത ഉണ്ടായി അദ്ദേഹവും ഇവിടെ നിന്ന് മാറ്റപ്പെടേണ്ടി വന്നത്. എന്നാൽ ഇന്ന് പകൽക്കാലം പ്രിയ ഷാജിയെ ഞാൻ ഇതിനോടകം പല പ്രാവശ്യം ഇവിടെ വന്നപ്പോഴും മാതാവിനെയും ഷാജിയെല്ലാം കണ്ട് ഞങ്ങൾ മണിക്കൂറുകൾ ഇവിടെ ഇരുന്ന് സംസാരിച്ച് പ്രാർത്ഥിച്ച് സന്തോഷത്തോടെ പിരിഞ്ഞിട്ടുണ്ട്. എന്നാൽ താൻ പെട്ടെന്നൊരു രോഗിയായി എന്നറിഞ്ഞപ്പോൾ മുതൽ ഞാനും വളരെ വേദനയോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന, നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ തീരുമാനത്തെ മാറ്റിമറിക്കുവാൻ ആർക്കും കഴിയുകയില്ല. ദൈവത്തിൻ്റെ വചനം പറയുന്നത് ഏത് മനുഷ്യനും ഉറച്ചു നിന്നാലും ഒരു ശ്വാസമുണ്ട്. ഹല്ലേലൂയ. ഈ മരണത്തിൻ്റെ അവസ്ഥയിൽ എന്തുകൊണ്ട് ഇന്നലെ എൻ്റെ മോൻ എന്നോട് ചോദിച്ച ഒരു കാര്യമുണ്ട്. അവനും ദൈവകൃപയിൽ നിൽക്കുന്ന പൈതലാണ്. ആ കുടുംബം ദൈവസന്നിധിയിൽ എത്ര വിശ്വസ്തയോടും ദൈവസന്നിധിയിൽ വലിയ അനുഗ്രഹത്തോടും നിന്ന കുടുംബമാണ്. അടുത്തടുത്ത് ചില മരണങ്ങൾ ആ കുടുംബത്തിൽ ഉണ്ടായല്ലോ. എങ്ങനെയോ സഹിക്കുമെന്ന്. സഹിക്കാതെ നമുക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല. ഈ ഭൂമിയിലെ നമ്മുടെ വാസം അല്പകാലത്തേക്ക് മാത്രമേ ഉള്ളൂ. ഇന്ന് കണ്ട് നാളെ കാണാതെ പോകുന്ന ജീവിതങ്ങളാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. എന്നാൽ ഒന്ന് നാം അറിയുക, അല്പകാലത്തിലെ ജീവിതത്തില് നാം ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്നുവെങ്കിൽ മാത്രമേ നമുക്ക് നിത്യ സൗഭാഗ്യത്തിൽ എത്തിച്ചേരുവാൻ കഴിയുകയുള്ളൂ. കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളം ധ്വനിക്കുമ്പോൾ എടുക്കപ്പെടുന്ന വിശുദ്ധന്മാരാണ് ഭാഗ്യവാന്മാർ. അത് കരസ്ഥമാകാത്ത ആരെങ്കിലും ഇന്ന് പകൽക്കാലം ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നുണ്ടെങ്കിൽ അറിയുക, കർത്താവാകുന്ന യേശു ക്രിസ്തുവിൽ കൂടി അല്ലാതെ ആർക്കും ഒരു വിടുതൽ പ്രാപിച്ചെടുക്കുവാൻ കഴിയുകയില്ല. പാപത്തിന്റെ അന്ധകാരത്തിൽ കിടന്ന മാനവരാശിയെ വീണ്ടെടുക്കുവാനായി കർത്താവാകുന്ന യേശു ക്രിസ്തു കാൽവരിയിൽ തന്റെ രക്തം ചിന്തി നമ്മെ വീണ്ടെടുത്തത് വെള്ളി പൊന്നെ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, പിന്നെ ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ പുണ്യാഹ രക്തത്താലാണ്. അവനിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവൻ ഉണ്ട് എന്ന് അരുളി ചെയ്ത ദൈവിക വാഗ്ദത്തങ്ങൾ ഓരോ മരണഭവനത്തിലും നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് നാളെ ഇത്
പക്ഷേ നമ്മുടെ നിത്യത എവിടെ കഴിക്കും? ഹല്ലേലൂയ. നമ്മുടെ നിത്യത എവിടെ കഴിക്കും? ഈ ഭൂമിയിലെ അല്പകാലത്തെ ജീവിതം കൊണ്ട് നമ്മുടെ ആയുസ് തീരുന്നില്ല. ഇവിടെ മരിച്ച് മൺമറിഞ്ഞ അനേക വിശുദ്ധന്മാർ ഇന്നും നിത്യതയിലുണ്ട്. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ സംഭവിച്ചാൽ നാം ആ നിത്യതയ്ക്ക് അവകാശികളാണോ എന്ന് മാത്രം നാം ചിന്തിക്കുക. യേശു ക്രിസ്തുവിനെ രക്ഷകനും ദൈവവുമായി സ്വീകരിച്ച് ആ നിത്യതയ്ക്ക് വേണ്ടി നമ്മെ തന്നെ ഒരുക്കുവാൻ ദൈവത്തിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ഈ ഭവനത്തിൽ കടന്നു വന്ന ഞാൻ വളരെ ദുഃഖത്തോടെയാണ് നമുക്ക് നിത്യതയിൽ ചെന്ന് പ്രിയ ഷാദിയെ കാണാം എന്നുള്ള പ്രത്യാശയുണ്ടെങ്കിലും ഭൂമിയിൽ ഇന്ന് മാത്രമേ നമുക്ക് കാണാൻ കഴിയുക. ഓരോ ഭവനങ്ങളും ദുഃഖത്തിൻ്റെയും നെടുവീർപ്പിൻ്റെയും മധ്യത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ ദൈവജനങ്ങളുടെ ആശ്വാസത്തിന് വേണ്ടി ശക്തമായി പ്രാർത്ഥിക്കുകയും ഈ ഭവനത്തോടുള്ള അത് കുടുംബത്തിൻ്റെയും വേദനയെ കഴിച്ചു എൻ്റെ സ്വകാര്യം ഓർക്കുമ്പോൾ എന്നെ
അനുഗ്രഹിക്കപ്പെട്ട നിവാസന്മാർ നമ്മുടെ മധ്യ കടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും ശുശ്രൂഷയ്ക്ക് ചർച്ചിൽ വന്ന് സംബന്ധിക്കാൻ കഴിവില്ല. അതുകൊണ്ട് മറ്റുള്ള അവിടെ ധാരാളം സമയം വെറുതെയിരിക്കുവാനില്ല. മറ്റു ദേവാസന്മാർ മുന്നോട്ട് കടന്നത് 1-2 വാക്കുകളിലൂടെ അനുശോചനവും പ്രത്യാശ അറിയിക്കും. ആദ്യമായിട്ട് ദാസൻ കോട്ടയം നടത്തുന്നത് മുന്നോട്ട് കടന്നു 2 വാക്ക് സംസാരിക്കും. ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വേർപാടിൻ്റെ ദുഃഖത്തിലായിരിക്കുന്ന എല്ലാവരെയും സർവശക്തനായ ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് നാമപ്പെടുന്നു. എത്ര പ്രത്യാശയുണ്ടെങ്കിലും വേർപാട് ദുഃഖമുളവാക്കുന്നതാണ്. കാരണം ഇന്നലെ വരെ നമ്മോടൊപ്പമായ വ്യക്തി പെട്ടെന്ന് ചലനമറ്റ ശരീരത്തോട് ഇതയായിത്തീരും. പിന്നീട് നമ്മുടെ കൺമുമ്പിൽ നിന്ന് മാറ്റപ്പെടുകയും ചെയ്യുമ്പോൾ അത് ജീവിതത്തിൽ വലിയ ദുഃഖങ്ങൾ ഉളവാക്കുന്നതാണ്. എന്നാൽ പ്രത്യാശ വീണ്ടും കാണാം. ദൈവത്തിൻ്റെ രാജ്യത്ത് ഒരുമിച്ച് മുഖാമുഖമായി കാണുവാനുള്ള പ്രത്യാശ അധികമായി ഭരിക്കുന്നുകൊണ്ട് ദൈവത്തെ മറന്നു. ദൈവജനം നമ്മെ ആശ്വസിപ്പിക്കട്ടെ. യോബിന്റെ പുസ്തകത്തിൽ ഇങ്ങനെയൊരു വേദഭാഗമുണ്ട്. ഒരു വൃക്ഷത്തിന്റെ കൊമ്പുകൾ മുറിച്ചു കളഞ്ഞാൽ വെള്ളത്തിന്റെ ഗന്ധം കൊണ്ട് അത് വീണ്ടും തീർക്കുവാനിടയാണ്. ആ പഴയ വൃക്ഷം പോലെ തന്നെ ആയിത്തീരുവാനിടയാണ്. നമ്മുടെ ജീവിതാനുഭവം തന്നെയാണ് പഠിപ്പിക്കുന്നത്. റോമാദൈവം ഉയർപ്പിച്ചു. ക്രിസ്തീയ ജീവിതത്തിന്റെ ഏറ്റവും വലിയ പ്രത്യാശ എന്ന് പറഞ്ഞത് വീണ്ടും ഒരു ജനനവും ഒരു ഉയർപ്പും നിത്യതയും പ്രദാനിച്ചു. അതിന് ആധാരമായി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് ഒരു മനുഷ്യനെ അടക്കം ചെയ്തു. 3-ാം നാൾ ആ കല്ലറ ഭേദിച്ചുകൊണ്ട് മരണത്തെ അതിജീവിച്ചുകൊണ്ട് ഉയർത്തെഴുന്നേൽക്കുവാനിടയാണ്. 1-ാം നൂറ്റാണ്ടിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ ക്രിസ്ത്യാനികളെ മുഴുവൻ കൊണ്ടെടുക്കുവാൻ വേണ്ടി സാമ്രാജ്യ ശക്തികളായ രാജാക്കന്മാരും ചക്രവർത്തിമാരും ഒരുപോലെ പ്രവർത്തിക്കുകയും ക്രിസ്തുവിനായി ജീവിക്കുന്നവരെ മുഴുവൻ ഭൂപ്പരപ്പിൽ നിന്ന് തുടച്ചു നീക്കുവാൻ മൃഗീകമായി വേട്ടയാടി മനുഷ്യനെ ഈർച്ചവാളിനാൽ അറുത്തുവല്ലുവാനിടയാണ്. മരങ്ങൾ ചേർത്തടിപ്പിച്ചിട്ട് കാലുകൾ അതിൽ ബന്ധിച്ചിട്ട് മരത്തിന്റെ കെട്ടടിച്ചിടുമ്പോൾ ക്രിസ്ത്യാനികൾ അന്നേ 2ആയി പിളർന്നു മാറി നിൽക്കും. മൃഗങ്ങളുടെ തോല് എടുത്തുകൊണ്ടുവന്നിട്ട് അതിൻ്റെ അകത്ത് മനുഷ്യനെ പൊതിഞ്ഞിട്ട് വെയിലത്ത് വെക്കും. ആ ചൂടുകൊണ്ട് ശ്വാസം മുട്ടി മരിക്കും. മെഴുകു ചുറ്റി മനുഷ്യനെ ഗോതയിൽ നിർത്തി കത്തിച്ച് ജീവനോടെ കത്തിച്ചു. അങ്ങനെ ക്രിസ്ത്യാനികളെ മുഴുവൻ ഒന്നടക്കം കൊന്നുകളഞ്ഞു ക്രിസ്തുവിന്റെ നാമത്തെ ഇല്ലാതാക്കുവാൻ, ഈ ഉയർപ്പിന്റെ ശക്തി ഇല്ലാതാക്കുവാൻ ശ്രമിച്ചുവെങ്കിലും യേശുക്രിസ്തുവിനെ മരിച്ചവരുടെ ദൂരപ്പിച്ചവന്റെ ആത്മാവിനാൽ ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിന്റെ കല്ലറ ഇന്നും അടയ്ക്കാതെ. കാരണം ആ കല്ലറ എങ്ങനെയാണ് നാം മനസ്സിലാക്കുന്നത്? മത്തായി സുവിശേഷം 28-ാം അധ്യായം വായിക്കുമ്പോൾ ദൂതൻ കല്ല് ഉരുട്ടി മാറ്റി അതിൻ്റെ മുകളിൽ ഇരുന്നു. ഇന്നും ആ കല്ലറ അടയ്ക്കുവാൻ കഴിഞ്ഞിട്ടില്ല. ക്രിസ്തീയ സമൂഹത്തിന്റെ ഏറ്റവും വലിയ ഒരു ഉറപ്പാണ് മരിച്ചവരുടെ ഇടയിൽ നിന്ന് ആദ്യജാതനായി യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റുവെങ്കിൽ ആ ഉയർപ്പ് അവന്റെ ആത്മാവ് പ്രാപിച്ച, അവനെ വിശ്വസിച്ച് അവന്റെ നാമത്തിലൂടെ നിൽക്കുന്ന ക്രിസ്തീയ വിശ്വാസമനുസരിച്ച് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട വിശുദ്ധാത്മാവിഷം പ്രാപിച്ച എല്ലാവർക്കും ഈ നിത്യത പ്രദാനം ചെയ്യുന്നുണ്ട്. അതേ ദിവാസ്വാദന കർത്താവ് തൻ ഗംഭീരനാഥത്തോടും പ്രധാന ശബ്ദത്തോടും ദൈവത്തിന്റെ കാകളത്തോടും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ച ഭക്തന്മാർ മരണമേ നിന്റെ ജയം എവിടെ എന്ന് ചോദിച്ച് മരണത്തെ ഭേദിച്ച് ഉയർത്തെഴുന്നേൽക്കുന്ന കാലഘട്ടത്തിൽ ജീവനോട് ശേഷിക്കുന്ന യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് അവന്റെ കൽപ്പന അംഗീകരിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിഷം പ്രാപിച്ച വിശുദ്ധന്മാർ രൂപാന്തരപ്പെട്ട മരണത്തെ വെല്ലുവിളിച്ചോട് ചോദിക്കും, മരണമേ നിന്റെ വിഷമുള്ള മുള്ളവിടെ എന്ന് പറഞ്ഞാൽ മരണം എപ്പോഴും കൊന്നുകളയുന്ന എന്നെ ഭൂപ്പരപ്പിൽ ഇല്ലാതാക്കുമെന്ന് പറഞ്ഞ ഈ മരണത്തെ ഭേദിച്ച് നാം ഉയർപ്പിന്റെ മുൻപിൽ ക്രിസ്തുയേശുവിലൂടെ ആയിത്തീരുമെന്നുള്ള വലിയ പ്രത്യാശ.
ദീർഘവർഷം കർത്താവിനെ ഗുരു രക്ഷിതാവായി സ്വീകരിച്ച് അനേക പ്രിയപ്പെട്ടവർക്ക് മാതൃകയായി കർത്തൃസന്നിധിയിൽ ദൈവം പേർ ചൊല്ലി വിളിച്ചപ്പോൾ, ദൈവത്തിനെ സ്നേഹിക്കുന്നവരെ പേർ ചൊല്ലി വിളിച്ചപ്പോൾ ഏകദേശം 47 സംവത്സരങ്ങൾ ഈ ഭൂപരത്തിൽ മക്കളോടും ദൈവം തനിക്ക് നൽകിയ കുഞ്ഞുങ്ങളോടും ദൈവദാസിയോടും മാതാപിതാക്കളോടും ചേർന്ന ഈ സമൂഹത്തിന് മാതൃകയായി ജീവിപ്പാൻ ദൈവത്തിന്റെ ദാസനെ സഹായിച്ചത്. ആ ദൈവം നൽകിയ ആയുസ് അനേകർക്ക് ആശ്വാസവും അനേകർക്ക് സന്തോഷം നൽകുന്ന തികഞ്ഞ ഭക്തനായി ജീവിപ്പാൻ ദൈവം സഹായിച്ചതിനാൽ ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. അതേ ക്രിസ്തുവിന്റെ വരവെങ്കിൽ വീണ്ടും കാണാനുള്ള പ്രത്യാശയുണ്ട്. എൻ്റെ വാക്കുകൾക്ക് സംഹരിക്കുന്നു. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. പട്ടത്തുള്ള ഭാസ്കര സഭയുടെ പേരിലും വ്യക്തിപരമായ പേരിലും സോദരവും പ്രത്യാശയും അറിയിച്ചുകൊണ്ട് ദൈവത്തിന് താന്നിരിക്കുന്നു. സമയത്ത് വേർതിരിച്ച ദൈവത്തിനോട് നന്ദി അറിയിക്കുന്നു. ദൈവം ധാരാളമായി. ഈ ലോക ജീവിതം തുല്യമേ, ഈ ലോക ജീവിതം തുല്യമേ, വാടിപ്പോകും പൂവൽ പോലെ മാഞ്ഞു പോകുമേ, വാടിപ്പോകും പൂവൽ പോലെ മാഞ്ഞു പോകുമേ. പാഴുലോകത്തിൽ എനിക്കാശയം തകോ, ഈ പാഴുലോകത്തിൽ എനിക്കാശയം തകോ. പന്നി പോൽ പറന്നു പോകും പാഴുലോകമേ, പന്നി പോൽ പറന്നു പോകും പാഴുലോകമേ. ആയന്താനന്ദം ആയന്തു മോദമേ, ആയന്താനന്ദം ആയന്തു മോദമേ. ദൂതഗണത്തിൻ മുൻപിൽ ഞാനും പ്രിയനെ വാഴ്ത്തുന്നേ, ദൂതഗണത്തിൻ മുൻപിൽ ഞാനും പ്രിയനെ വാഴ്ത്തുന്നേ. കർത്താവിന്റെ പരിശുദ്ധ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. സഭാപ്രസംഗിയുടെ പുസ്തകത്തിൽ പറയുന്നു, വിരുന്ന് വീട്ടിൽ പോകുന്നതിനേക്കാൾ വിലാപ വീട്ടിൽ പോകുന്നത് ഉത്തമം. ആകയാൽ നമ്മുടെ പ്രിയ സഹോദരൻ്റെ ഒരുപാട് എല്ലാവർക്കും ഒരു ദുഃഖം തന്നെയെങ്കിലും നമ്മുടെ എല്ലാവരെക്കാളും ദുഃഖം തൻ്റെ ഭാര്യയ്ക്കും തൻ്റെ മക്കൾക്കും തൻ്റെ മാതാവ് സഹോദരനും. എന്നാൽ പൗലോസ് പറയുന്നത് പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കരുത്. പ്രത്യാശയില്ലാത്തവർക്കും പ്രത്യാശയുള്ളവർക്കും ദുഃഖമുണ്ട്. പ്രത്യാശയുള്ളവരുടെ ദുഃഖം വ്യത്യസ്തമായ നിലയാണ്. അവര് വാവിട്ട് പൊട്ടി നിലവിളിക്കുന്നില്ല, ഒച്ചപ്പാട് വയ്ക്കുന്നില്ല. ദുഃഖമില്ലാഞ്ഞിട്ടല്ല, അവരെ ഭരിക്കുന്ന ഒരു ശക്തിയാണ് പ്രത്യാശ. ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്താലുള്ള പ്രത്യാശ. ആകയാൽ ബൈബിളിൽ പറയുന്നത്, എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ പറയുന്നത്, ഭൂമിയിൽ തങ്ങൾ അന്യരും പരദേശികളിൽ നിന്ന് ഏറ്റു പറഞ്ഞുകൊണ്ട് വിശ്വാസത്തിൽ മരിച്ചു. ഈ സഹോദരൻ സാമാന്യമായ നിലയിലുള്ള ഒരു മരണമല്ല. താൻ മരിക്കുന്നതിന് മുമ്പേ ഭൂമിയിൽ വെച്ച് താൻ യേശുവിനെ കർത്താവിനെ ഏറ്റുപറഞ്ഞു. അവരന്യരും പരദേശികളൊന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് വിശ്വാസത്തിൽ മരിച്ചു. വിശ്വാസത്തിൽ മരിക്കുന്നത് ശരിയാണെങ്കിൽ, സത്യമാണെങ്കിൽ വിശ്വാസത്താൽ ജീവിക്കുമെന്ന് പ്രമാണം മറിച്ച് ദൈവത്തിൽ കാണാൻ സാധിക്കും. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് സത്യമാണെങ്കിൽ ഈ സഹോദരനും ഒരു ദിനം കർത്താവിൻ്റെ കാഹളം കേൾക്കുമ്പോൾ ഉയർത്തെഴുന്നേറ്റ് രൂപാന്തര ശരീരത്തോടെ പുറത്തു വരും. ആ പ്രത്യാശയാണ് നമുക്കുള്ളത്. ഇവിടെ ആയിരിക്കുന്ന ദുഃഖത്തിലിരുന്ന പ്രിയപ്പെട്ടവരെ, ഈ വാക്കുകളാലും വചനത്താൽ ദൈവം അനുഗ്രഹിക്കട്ടെ. താമസവനെ നമുക്ക് കർത്താവിൻ്റെ വരവിൽ എതിരേൽപ്പിന് മേഘങ്ങളിൽ എടുക്കപ്പെടും എന്ന് ദൈവം പറയുന്നു. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടെ ഇരിക്കും. ദൈവം ഈ കുടുംബത്തെയും ഈ പ്രിയപ്പെട്ടവരെ ആശ്വസിപ്പിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് IPC മുഴങ്ങോൾ സഭയിലുള്ള എല്ലാ ആശംസകളും അനുശോചനങ്ങളും അറിയിച്ചുകൊണ്ട് വാക്കുകളെ ചുരുക്കുന്നു. ദൈവം എവരെ കർത്താവിന്റെ സ്തോത്രം. ഈ പ്രത്യാശാനകരമായ പ്രഭാതത്തിനായി കർത്താവിനെ സ്തുതിക്കുകയാണ്. കഴിഞ്ഞ 48 ആണ്ടുകളിൽ ഈ ലോകമായും ദൈവമാകുന്നു. നിയമത്തിന്റെ പൊടിയിലേക്ക് മടങ്ങി ചേരുമാറാക്കുന്നു.
മനുഷ്യപുത്രന്മാരെ തിരികെ വരുവീൻ എന്നും അരുളി ചെയ്യുന്നു. 1000 സംവത്സരം നിന്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞു പോയ ദിവസം പോലെയും രാത്രിയുടെ യാമം പോലെയും മാത്രം ഇരിക്കുന്നു. നീ അവരെ ഒഴുക്കി കളയുന്നു. അവർ ഉറക്കം പോലെ അത്രേ. രാവിലെ മുളച്ചു വരുന്ന പുല്ല് പോലെയാകുന്നു. അത് രാവിലെ തഴച്ചു വളരുന്നു, വൈകുന്നേരം അതരിഞ്ഞു വാടിപ്പോകുന്നു. ഞങ്ങൾ നിന്റെ കോപത്താൽ ക്ഷയിച്ച് നിന്റെ ക്രോധത്താൽ ഭ്രമിച്ചു പോകുന്നു. നീ ഞങ്ങളുടെ അകൃത്യങ്ങളെ നിന്റെ മുന്നിലും ഞങ്ങളുടെ രഹസ്യഭാവങ്ങളെ നിന്റെ മുഖപ്രകാശത്തിലും വെച്ചിരിക്കുന്നു. ഞങ്ങളുടെ നാളൊക്കെ നിന്റെ ക്രോധത്തിൽ കഴിഞ്ഞുപോയി. ഞങ്ങളുടെ സംവത്സരങ്ങൾ ഞങ്ങൾ ഒരു നെടുവീർപ്പ് പോലെ കഴിക്കുന്നു. ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെയായാൽ 80 സംവത്സരം. അതിന്റെ പ്രതാപം പ്രയാസവും ദുഃഖവും അത്രേ. അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോകുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് ദൈവത്തിന്റെ ദാനത്തിൽ പ്രാർത്ഥിക്കാം. ആമേ. 10 മണി മുതൽ പേയാട് സഭയിൽ വെച്ച് നടക്കുന്നതായ ശുശ്രൂഷയുടെ അനുഗ്രഹത്തിനായി, യാത്രയിൽ ദൈവത്തിന്റെ സാന്നിധ്യം പകരേണ്ടതിനായി, വേദനയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ആശ്വാസം പകരേണ്ടതിനായി, ശുശ്രൂഷിക്കേണ്ട ദൈവദാസന്മാരെ ദൈവം ബലപ്പെടുത്തേണ്ടതിനായി, വന്ന് കാണേണ്ട പ്രിയപ്പെട്ടവരെ ദൈവം ആമെ കൂട്ടി വരുത്തേണ്ടതിനായി നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അങ്ങ് ഞങ്ങളുടെ ജീവന്റെ വീണ്ടെടുപ്പുകാരന് ഈ ലോകത്തിൽ ജീവനെ നിലനിർത്തുന്ന നല്ല ദൈവമാണല്ലോ. അവിടുന്ന് ഞങ്ങളോട് അരുളി ചെയ്തു, ഞാൻ തന്നെ ജീവനും വഴിയും പുനരുദ്ധാനവുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കാം. ദൈവമേ, അവിടുത്തെ ശിഷ്യരാകുവാൻ ദൈവം ഞങ്ങൾക്ക് അവസരം നൽകിയതിനായി സ്തോത്രം ചെയ്യുന്നു. അവൻ ഞങ്ങളെ പഠിപ്പിച്ച് അനുഗ്രഹിക്കപ്പെട്ട വചനങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു, പാഠങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. ക്രിസ്തുവിൽ മരിക്കുന്ന വൃദ്ധന്മാർ ഭാഗ്യവാന്മാരല്ല, അവരുടെ വചനം ഞങ്ങളെ പഠിപ്പിക്കുന്നു. നാഥാകയ കഴിഞ്ഞ 48 ആണ്ട് ഈ ലോകത്തിൽ ജീവിപ്പാൻ ദൈവം അവസരം നൽകി. അതിലേറെയായി ഹല്ലേലൂയ ഒരു ശുശ്രൂഷ കുടുംബത്തിനകത്ത് കർത്താവിനെ മകനീയമായ വേല ചെയ്തതായ കർത്താവെ മാതാവിന്റെ പിതാവിന്റെയും മകനായി ജനിക്കുവാൻ, ബാല്യം മുതൽ തന്നെ ദൈവവചനം പഠിച്ച് ദൈവവചനത്തിൽ നിലനിൽക്കുവാൻ, കർത്താവിനെ അറിയുവാൻ ദൈവം തന്റെ ജീവിതത്തിൽ ഭാഗ്യം നൽകി. അനുഗ്രഹിക്കപ്പെട്ട സഹോദരങ്ങളെ ദൈവം നൽകി. അവർ കർത്താവിന്റെ മകനീയമായ ശുശ്രൂഷയിൽ സേവ ചെയ്യുന്നല്ലോ നാഥ. അങ്ങനെ വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു ആത്മീയ പശ്ചാത്തലത്തിൽ വളർന്നു വരുവാൻ ദൈവം അവസരം നൽകി. തന്റെ വളർച്ചാ ഘട്ടങ്ങളിൽ കൂടെ ഇരുന്നു വളർച്ച പൂർത്തീകരിക്കുമ്പോൾ ദൈവം അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബ ജീവിതത്തെ നൽകി. ദൈവമായും ദൈവിക അനുഗ്രഹമുള്ള അനുഗ്രഹിക്കപ്പെട്ട കൂട്ടാളികളെ ദൈവം നൽകി. അവരുടേതായ കുടുംബ ജീവിതത്തെ ദൈവം അനുഗ്രഹിച്ച് അനുഗ്രഹിക്കപ്പെട്ട 2 തലമുറകളെ ദൈവം നൽകി അനുഗ്രഹിച്ചു. ഈ ലോകത്ത് ദൈവം നൽകിയ അനുഗ്രഹങ്ങളും നന്മകളും അനുഭവിപ്പാൻ ദൈവം അവർക്ക് ഭാഗ്യം നൽകിയതേക്കായി സ്തോത്രം ചെയ്യാണ്. അതാ കർത്താവേ, ഞങ്ങളുടെ ലോകം ഞങ്ങൾ ജീവിക്കുന്ന നിങ്ങളുടെ വാചനം പറയുന്നു, ഞങ്ങളുടെ ആയുഷ്കാലം 4 വിരൽ നീളമായിരിക്കുന്നു. രാവിലെ മുളച്ചു വരുന്ന പുല്ല് പോലെയും വൈകുന്നേരം അരിഞ്ഞു പാടിപ്പോകുന്ന അനുഭവത്തിൽ മനുഷ്യൻ നിൽക്കുമ്പോൾ ഈ ലോകത്ത് ഞങ്ങളെ മാറ്റപ്പെടേണ്ടതിന് വിധമായ മാധ്യമങ്ങളും മാർഗങ്ങളുമുണ്ട്. കർത്താവേ, കഴിഞ്ഞ ദിവസങ്ങൾ ഞങ്ങളുടെ മകന് രോഗിയായി ഭാരപ്പെട്ടു. എങ്കിലും തന്റേതായ ജീവിതത്തിൽ ദൈവത്തിന്റെ കരുണ കൂടെ ഉണ്ടായിരുന്നു. രോഗിയായി ഭാരപ്പെട്ടതായ 9 മാസങ്ങളില് ദൈവത്തോട് കൂടുതൽ അടുക്കുവാൻ, കൂടുതൽ പ്രാർത്ഥിപ്പാൻ, കൂടുതൽ ശുദ്ധീകരണത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് ദൈവസഭയോട് ചേർന്ന് നിൽക്കുവാൻ ദൈവം ഭാഗ്യം തനിക്ക് നൽകിയല്ലോ നാഥ. അതിനെ ശുദ്ധീകരിച്ച് ഹല്ലേലൂയ കഴിഞ്ഞ ബുധനാഴ്ച രാവിലെ കർത്താവിന്റെ സന്നിധാനത്തെ ചേർത്തതിനായി നന്ദി പറയുകയാണ്. ഞങ്ങളുടെ മകൻ പോയി വിശ്രമിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട സ്ഥലത്തിനായി സ്തോത്രം. അങ്ങ് ഞങ്ങളോട് പറഞ്ഞു, ഹല്ലേലൂയ, ഞാൻ പോയി നിങ്ങൾക്ക് വീടൊരുക്കിയാൽ ഞാൻ പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. കർത്താവേ, അങ്ങ് ഞങ്ങളോട് പറഞ്ഞതുപോലെ കർത്താവ് ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോട് ദൈവത്തിന്റെ കാഹളത്തോടും കൂടി കർത്താവ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ദുഃഖം വേണ്ട പ്രിയജനമേ, എൻ്റെ ദേശം സന്തോഷദേശം. ദുഃഖം വേണ്ട പ്രിയജനമേ, വീണ്ടും കാണും വേഗം നമ്മൾ കർത്തൻ വാനിൽ എത്തുമ്പോൾ. വീണ്ടും കാണും വേഗം നമ്മൾ കർത്തൻ വാനിൽ എത്തുമ്പോൾ. വിട്ടുപോകുന്നു ഞാനീ ദേശം,
അന്യനായി പരദേശിയായി പാർത്ത ദേശം സ്വന്ത നാട്ടിൽ സ്വന്ത വീട്ടിൽ നിത്യകാലം വാഴുവാൻ സ്വന്ത നാട്ടിൽ സ്വന്ത വീട്ടിൽ നിത്യകാലം വാഴുവാൻ